ഏതൊരു ഡിസൈനിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ. ക്യാൻവയിൽ എങ്ങനെ ടൈപ്പോഗ്രഫി ചെയ്യാം എന്നതാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായി ആദ്യം തന്നെ ക്രിയേറ്റ് എ ഡിസൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരു ബ്ലാങ്ക് പേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അതിൽ കസ്റ്റം സൈസ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഞാനിവിടെ 1080 എന്ന സൈസാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ സൈസാണ് ഇത്. അതിൽ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേജ് തെളിയുന്നത് കാണാം. ഇതിൽ ആഡ് എ ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ അല്ലെങ്കിൽ ഹെഡിങ്, അത് കൂടാതെ തന്നെ ധാരാളം ഫോണ്ട് കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഫോണ്ട് കോമ്പിനേഷൻസ്. ധാരാളം ഫോണ്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഹെഡിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഹെഡിങ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അതിൽ ടൈപ്പ് ചെയ്യുകയോ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. ശേഷം പേജിൻ്റെ ഏതു ഭാഗത്താണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക. ഇനി ടെക്സ്റ്റുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. ഇതിൽ ലെഫ്റ്റ് ഭാഗത്തായി കാണുന്ന ഫോണ്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള ഫോണ്ട് സ്റ്റൈലുകൾ കാണാവുന്നതാണ്. അതിൽ നമുക്ക് ആവശ്യമായ ഫോണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടതുണ്ട്. പല ഡിസൈനുകളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോണ്ട് സ്റ്റൈൽ. ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് സൈസ് ചൂസ് ചെയ്യുക. ഞാനിവിടെ ക്യാൻവ സാൻസ് എന്ന ഫോണ്ട് ഓപ്ഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മൾ ടെക്സ്റ്റ് ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഫോണ്ട് സൈസ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഫോണ്ട് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ മഹാത്മാഗാന്ധി എന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് ഫോണ്ട് സൈസ് കുറയ്ക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തത് ടെക്സ്റ്റ് കളർ ഓപ്ഷനാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. കളർ ചൂസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് സമാനമായ കളർ ചൂസ് ചെയ്യാതെ കുറച്ചുകൂടി വിസിബിൾ ആവുന്ന തരത്തിലുള്ള കളറുകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന ഫോണ്ട് ബോൾഡ് ആക്കാനുള്ള ഓപ്ഷനാണ് അടുത്തത്. ഈ ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ സെയിം ബോൾഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അൺബോൾഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഇറ്റാലിക്സ് ഓപ്ഷൻ ആണ്. ഫോണ്ട് ചെരിവ് വരുത്തുന്നതിനാണ് ഇറ്റാലിക്സ് ഓപ്ഷൻ. നെക്സ്റ്റ് അണ്ടർലൈൻ ഓപ്ഷൻ, ഫോണ്ടിന് അണ്ടർലൈൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. സ്ട്രൈക്ക് ത്രൂ ഓപ്ഷൻ വഴി ഫോണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പർ കേസ് ഫോണ്ട് വഴി ലോവർ കേസിലുള്ള ഫോണ്ട് വളരെ എളുപ്പത്തിൽ അപ്പർ കേസിലേക്ക് മാറ്റാൻ സാധിക്കുന്നു. അടുത്തതായി യൂസ് ചെയ്യുന്നത് അലൈൻമെൻറ്റ് ഓപ്ഷൻ ആണ്. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ഏത് ഭാഗത്തേക്കും അലൈൻമെൻറ്റ് ഓപ്ഷൻ വഴി അലൈൻ ചെയ്യാവുന്നതാണ്. ബുള്ളറ്റ് ഓപ്ഷൻ. ദെൻ നെക്സ്റ്റ് ലെറ്റർ സ്പേസിംഗ് ഓപ്ഷൻ. ലെറ്റർ സ്പേസിംഗ് ഓപ്ഷൻ വഴി ലെറ്ററിനിടയിലുള്ള വിടവ് കൂട്ടുവാനും കുറക്കുവാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ലൈനിനിടയിൽ വിടവ് ആവശ്യമാണെങ്കിൽ ലൈൻ സ്പേസിംഗ് വഴി നമുക്കത് ചെയ്യാവുന്നതാണ്. ഇവിടെ ആവശ്യമായ ചേഞ്ചുകൾ വരുത്തി. ഇനി ഞാൻ എഫക്റ്റ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ക്യാൻവയിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള എഫക്റ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്. ഞാൻ ഷാഡോ ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. ഇനി ആനിമേറ്റ് ഓപ്ഷൻ നോക്കാം. ടെക്സ്റ്റുകൾ ആനിമേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ. ഡിഫറെൻറ്റ് ആനിമേഷൻ ഓപ്ഷൻസും ക്യാൻവയിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ട്രാൻസ്പാരൻസി ഓപ്ഷൻ. ടെക്സ്റ്റുകൾ ലൈറ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പാരൻസി കൂട്ടുന്നതിനനുസരിച്ച് ടെക്സ്റ്റ് ബോൾഡ് ആവുകയും കുറയ്ക്കുന്നതിനനുസരിച്ച് ലൈറ്റ് ആവുകയും ചെയ്യും. ഞാനിപ്പോൾ മഹാത്മാഗാന്ധി എന്ന ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് ട്രാൻസ്പാരൻസി കുറയ്ക്കുകയാണ്. പല ഡിസൈനുകളിലും ചില ഫോണ്ടുകൾ മാത്രം ട്രാൻസ്പാരൻസി കുറച്ച നിലയിൽ കാണാം.
ഇനി ഞാൻ എലമെൻസിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. മുകളിലുള്ള പൊസിഷൻ ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്നതിനാണ് ഇത് സെലക്ട് ചെയ്തത്. ബാക്ക്വേർഡ് ഫോർവേഡ് ഓപ്ഷൻസ് കാണാവുന്നതാണ്. ബാക്ക്വേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജിന് പിറകിലായി ടെക്സ്റ്റ് മുഴുവനായും പോകുന്നു. ഇനി ഫോർവേഡ് ഓപ്ഷനാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ ഇമേജിന് മുന്നിലായി ടെക്സ്റ്റ് വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ആവശ്യത്തിനാണ് പൊസിഷൻ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുകയാണ്. അതിനായി പേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ ഓപ്ഷൻ വിസിബിൾ ആവും. ഞാനിവിടെ പിങ്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ടെക്സ്റ്റ് കളർ ഒന്നുകൂടി ചേഞ്ച് ചെയ്യുന്നു. എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പേജിൽ ഏറ്റവും ഭംഗിയായി വരുന്ന രീതിയിൽ ഈ ടെക്സ്റ്റുകൾ ക്രമീകരിക്കുക എന്നതാണ് ടൈപ്പോഗ്രഫിയുടെ ലക്ഷ്യം. വളരെ അടിസ്ഥാനപരമായി ക്യാൻവ യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ടൈപ്പോഗ്രഫിക്കൽ ഓപ്ഷൻസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ക്യാൻവയിൽ ധാരാളം ടൈപ്പോഗ്രഫിക്കൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഓരോ ടെക്സ്റ്റിലും മാറ്റം വരുത്തി ഡിസൈൻ ഭംഗിയാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ്. See you in the next video.